ഹായ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ നെക്സ്റ്റിന് നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൈനസത്തെ പറ്റിയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബുദ്ധിസത്തെ പറ്റി പഠിച്ചതാണ്. ആ വീഡിയോ കാണാത്തവർ ബുദ്ധിസം പഠിച്ചിട്ട് ജൈനസത്തിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു മതമായ ജൈന മതത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ. ഇപ്പോൾ ബുദ്ധമതത്തിൽ നമ്മൾ ബുദ്ധനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ബുദ്ധനായിരുന്നു അല്ലേ. അപ്പം അതുപോലെയാണ് ജൈന മതത്തിൽ നമ്മൾ വരുമ്പോൾ ഈ ജൈന മതത്തിലുള്ളൊരു വിഭാഗമാണ് ഈ തീർത്ഥങ്കരാസ് എന്ന് പറയും കേട്ടോ. ജൈന മതത്തിലെ ടീച്ചർമാർ അറിയപ്പെട്ട പേരാണെന്ത്? തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത്. ആരാണ് തീർത്ഥങ്കരന്മാർ? ജൈന മതത്തിലെ ടീച്ചേഴ്സിനെ വിളിച്ചിരുന്ന പേരാണെന്ത്? തീർത്ഥങ്കരാസ്. അത് 24 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു. എത്ര തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നു? 24 പേര്. അതിൽ ഒന്നാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് ഋഷഭദേവ്. അതായത് ഋഷഭനാഥ് ദേവ് എന്ന് പറയും. ആരാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ? ഋഷഭദേവാണ് കേട്ടോ. ഫസ്റ്റ് തീർത്ഥങ്കര എന്ന് പറയുന്ന ആരാണ്? ഋഷഭദേവാണ്. ഇദ്ദേഹമാണ് എന്തിൻ്റെ ഫൗണ്ടർ? ജൈനമതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ജൈനമതത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഋഷഭാണ് ആരുടെ സ്ഥാപകൻ? ജൈനമതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ബുദ്ധരുമായി കമ്പയർ ചെയ്യുന്നത്, ബുദ്ധമതത്തിൽ ബുദ്ധനാണെങ്കിൽ ജൈനമതത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 24ാമത്തെ തീർത്ഥങ്കരനെയാണ്. 24 പേരുണ്ട്. അതിൽ 24ാമത്തെ ആളുടെ പേരാണ് വർദ്ധമാന മഹാവീരൻ. ആരെയാണ്? വർദ്ധമാന മഹാവീരനാണ് നമ്മൾ ആരുമായി കമ്പയർ ചെയ്യുന്നത്? ബുദ്ധനുമായി. കാരണം ബുദ്ധനെപ്പോലുള്ള അതേപടി ഒരു ജീവിതമാണ് ആരുടെയും നമ്മൾ കാണുന്നത്? മഹാവീരൻ്റെയും ജീവിതം എന്ന് പറയുന്നത്. മഹാവീരൻ ഒരു രാജകുടുംബത്തിൽ രാജാവിൻ്റെ മകനായി ജനിച്ചു. അതിനുശേഷം വിവാഹം കഴിച്ചു. മഹാവീരൻ്റെ ഭാര്യയുടെ പേരാണ് യശോദ. നമ്മൾ നേരത്തെ ബുദ്ധൻ്റെ ഭാര്യയുടെ പേരും ഇതേപോലൊരു പേരാണ്, അത് യശോധര. ബുദ്ധൻ്റെ ആരായിരുന്നു? യശോധര. പക്ഷെ ഇത് യശോദ കേട്ടോ. മഹാവീരൻ്റെ ഭാര്യ ആരാ? യശോദ. ബുദ്ധനൊരു മകനായിരുന്നു, രാഹുല എന്ന് പറയുന്ന മകൻ. നമ്മുടെ മഹാവീരന് ഒരു മകളായിരുന്നു പ്രിയദർശിക കേട്ടോ. പ്രിയദർശിക എന്നൊരു മകളും ഉണ്ടായിരുന്നു. ബുദ്ധനെ പോലെ തന്നെയായിരുന്നു മഹാവീരൻ്റെ ജീവിതം. നല്ലൊരു കുടുംബജീവിതം. രാജാവായി മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഇദ്ദേഹത്തിനും ഒരു തോന്നലുണ്ടായി, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് സന്യാസം സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 29ാമത്തെ വയസ്സിൽ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അങ്ങനെ ആ കാട്ടിൽ വെച്ച് ഇദ്ദേഹവും ഒരു മരച്ചോട്ടിൽ എന്തിനിരുന്നു? സന്യസിക്കാൻ വേണ്ടി ഇരുന്നു. നമ്മളവിടെ കണ്ടതാണ്, ബുദ്ധൻ ഒരു പീപ്പൽ മരത്തിൻ്റെ താഴെ, ഒരു ആൽമരത്തിൻ്റെ താഴെ, പീപ്പൽ ട്രീയുടെ താഴെയാണ് ബുദ്ധൻ ഇരുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ മഹാവീരൻ ഇരിക്കുന്നത് ഒരു സാൽ ട്രീയുടെ താഴെയാണ്. ഒരു സാൽ മരത്തിൻ്റെ താഴെ ആരിരുന്നു? നമ്മുടെ മഹാവീരൻ ഇരിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 10, 12, 13 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മഹാവീരന് കിട്ടി ഒരു എൻലൈറ്റ്മെന്റ്. ഇദ്ദേഹത്തിനും കിട്ടി എന്താ? ബുദ്ധന് ബോധോദയം, നിർവാണ പോലെ, ഇവിടെ വാക്കേതാ? നിർവാണ പോലെ മഹാവീരന് കിട്ടിയ എൻലൈറ്റ്മെന്റിന്റെ പേരാണ് കൈവല്യ. എന്താണ്? കൈവല്യ. മഹാവീരന് കിട്ടിയ എൻലൈറ്റ്മെന്റ് പേരെന്താണ്? കൈവല്യ എന്ന് പറയുന്ന ഒരു എൻലൈറ്റ്മെന്റ് കിട്ടി. എവിടെ നിന്നറിയോ? ആ സ്ഥലത്തിന്റെ പേരാണ് ജൃംബി ഗ്രാമം. ഏതാണ്? ജൃംബി ഗ്രാമം. ഈ മഹാവീരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇച്ചിരി വെറൈറ്റി സ്ഥലമാണ്. ഇപ്പം നോക്കിയാണ് മഹാവീരൻ്റെ ജന്മസ്ഥലം കണ്ടോ? മഹാവീരൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ബീഹാറിലെ വൈശാലിക്കടുത്ത് കുണ്ട ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാം വെറൈറ്റി സ്ഥലങ്ങളാണ്. മഹാവീരൻ്റെ ജന്മസ്ഥലം, ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലെ കുണ്ട ഗ്രാമത്തിലാണ് അതിൻ്റെ ജനനം. അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ്, അതിന് കിട്ടിയ എൻലൈറ്റ്മെന്റ് പേരെന്താ? കൈവല്യ. മറ്റേ നിർവാണമെങ്കിൽ ഇവിടെ എന്താ? കൈവല്യ. അതേത് ഗ്രാമം? ജൃംബി ഗ്രാമം. ഏത് ഗ്രാമം? ജൃംബി ഗ്രാമം പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടി. ഏത് മരച്ചോട്ടിൽ? സാൽ മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോൾ. ഇനി ഇവിടെയും ഒരു നദിയുണ്ട് കേട്ടാ, ഈ ജൃംബി ഗ്രാമത്തിൽ. അവിടെ നമ്മളൊരു നദി കണ്ടതാണ്. ഏതാ? ബോധ്ഗയയിലെ നദി നിരഞ്ജന. അതുപോലെ ഇവിടുത്തെ റിവറിന്റെ പേരാണ് ഋജുപാലിക. എന്താണ് റിവറിന്റെ പേര്? ഋജുപാലിക. ഋജുപാലിക എന്ന് പറയുന്ന
നദിയുടെ കരയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? എൻലൈറ്റ്മെൻറ്റ് അഥവാ കൈവല്യ ലഭിച്ചത് കേട്ടോ. മഹാവീരന് എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് നദിയുടെ കരയിൽ വെച്ചാണ് കൈവല്യം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഏത് നദിയുടെ കരയിൽ വെച്ചാണ് മഹാവീരന് കൈവല്യം ലഭിക്കുന്നത്? ഋജുപാലിക എന്ന് പറയുന്ന നദിക്കരയിൽ വെച്ച്. ഏത് മരച്ചോട്ടിൽ? സാൽ ട്രീ ചോട്ടിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ സുപ്രീം നോളജ് ലഭിക്കുന്നത്. ദെൻ ഇദ്ദേഹത്തിന്റെ ഡെത്ത് പ്ലേസ് വന്നത് പാവാ ഗ്രാമത്തിലാണ്, പാവാപുരി ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ. അവിടെ ആരായിരുന്നു? കൂശി നഗരം അല്ലേ. ബുദ്ധൻ മരിച്ച സ്ഥലം ഏതാ? കൂശി നഗരമാണെങ്കിൽ ഇവിടെ പാവാ ഗ്രാമത്തിലാണ് ആരുടെ ഡെത്ത് പ്ലേസ് എന്ന് പറയുന്നത്? മഹാവീരന്റെ ഡെത്ത് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഗ്രാമങ്ങളാ? ജനിച്ചത് ഏത് ഗ്രാമം? കുണ്ട ഗ്രാമത്തിൽ. അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടിയത് ഏത് ഗ്രാമത്തിലാണ്? ജിർംബി ഗ്രാമത്തിൽ. അദ്ദേഹത്തിന്റെ ഡെത്ത് പ്ലേസ് പ്രീവിയസ് ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ഡെത്ത് പ്ലേസ് എവിടെയാണ് അദ്ദേഹം മരിച്ച സ്ഥലം? ഏത് ഗ്രാമം? പാവാപുരി, പാവാ ഗ്രാമത്തിലാണ് ആരുടെ ഡെത്ത് പ്ലേസ്? മഹാവീരന്റെ. മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കരനാ? 24ാമത്. ഫസ്റ്റ് ആരാണ്? ഋഷഭാണ് ഫസ്റ്റ് ആര്? തീർത്ഥങ്കരൻ. അദ്ദേഹമാണ് ഫൗണ്ടർ. ആര്? ജൈനമതം. അപ്പൊ ജൈനമതത്തിലെ ഫൗണ്ടർ ആരല്ല? മഹാവീരനല്ല. മഹാവീരൻ 24ാമത്തെ ഫസ്റ്റ് ആളാണ് ഫൗണ്ടർ. അത് ഋഷഭദേവാണ് ഫൗണ്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 പ്ലേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. കുണ്ടഗ്രാമം, ജിർംബി ഗ്രാമം, പാവാ ഗ്രാമം. ജിർംബിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? എൻലൈറ്റ്മെന്റ്. ആ എൻലൈറ്റ്മെന്റ് പേര് കൈവല്യ. ബുദ്ധനാണെങ്കിലോ നിർവാണ. അത് നിർവാണ, ഇത് കൈവല്യ. കമ്പയർ ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. ബുദ്ധന് കിട്ടിയത് നിർവാണ, ഇദ്ദേഹത്തിന് കിട്ടിയത് കൈവല്യ. ബുദ്ധന് കിട്ടിയ സ്ഥലം ബോധ്ഗയ, ഇത് കിട്ടിയത് ജിർംബി ഗ്രാമം. ബുദ്ധൻ അവിടെ ഏത് ട്രീ? പീപ്പിൾ ട്രീ. ഇവിടെ ഏത് ട്രീയടാ? സാൽ ട്രീ. ബുദ്ധന്റെ അവിടുത്തെ റിവർ ആരാ? നിരഞ്ജന. ഇവിടെയും റിവർ ഉണ്ട്. റിവർ ആരാ? ഋജുപാലിക. ആരാണ്? ഋജുപാലിക. ഓക്കെ, നെക്സ്റ്റ്. അതായത് ബുദ്ധന്റെ മരണത്തിന് ശേഷം ബുദ്ധമതത്തിൽ 2 വിഭാഗം സന്യാസിമാർ നമ്മൾ പഠിച്ചു അല്ലേ? ആരൊക്കെയാടാ? അവിടെ മഹായാന സന്യാസിമാരും ഹീനയാന സന്യാസിമാരും. അതുപോലെയാണ് ജൈനമതത്തിൽ മഹാവീരന്റെ മരണത്തിന് ശേഷം 2 വിഭാഗം സന്യാസിമാർ ജൈനമതത്തിലുമുണ്ട്. ആരൊക്കെയെന്നറിയോ? അവർ നമ്മൾ പറയും ശ്വേതാംബരാസും ദിഗംബരാസും. ജൈനമതത്തിലെ 2 വിഭാഗം സന്യാസിമാരാണ് ആര്? ശ്വേതംബരൻ സന്യാസിമാരും ദിഗംബര സന്യാസിമാരും കേട്ടോ. ഇതിൽ ശ്വേതംബരാസ് എന്ന് പറഞ്ഞ സന്യാസിമാർ പൊതുവെ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സന്യാസിമാരാണ്. ശ്വേതംബരന്മാർ എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ഈ ശ്വേതംബര സന്യാസിമാർ എങ്ങനെയാണ്? ഒരു വെള്ള വസ്ത്രം ധരിച്ചു നടക്കുന്ന സന്യാസിമാർ, ജൈനമത സന്യാസിമാരാണ് ആര്? നമ്മുടെ ശ്വേതംബരാസ് എന്ന് പറയുന്ന. പക്ഷെ ദിഗംബരന്മാർ എങ്ങനെയെന്ന് വെച്ചാൽ ദിഗംബരന്മാർ എന്ത് ധരിക്കാറില്ല? വസ്ത്രം ധരിക്കാറില്ല. നഗ്നരായിട്ടുള്ള സന്യാസിമാരാണ് ആര്? നമ്മുടെ ദിഗംബര സന്യാസിമാർ എന്ന് പറയുന്നത്. ദിഗംബര സന്യാസിമാർ പൊതുവെ എങ്ങനെയാണ്? വസ്ത്രം ധരിക്കാറില്ല. എന്താണ്? നഗ്നരായിട്ടുള്ള സന്യാസിമാരാണ് ആര്? ദിഗംബര സന്യാസിമാരെന്ന് പറയുന്നത്. അപ്പൊ വെള്ള വസ്ത്രം ധരിക്കുന്ന സന്യാസിമാരാരാ? അത് ശ്വേതംബര സന്യാസി. അങ്ങനെ 2 വിഭാഗം സന്യാസിമാർ എവിടെയുണ്ട്? ജൈന മതത്തിൽ ഉണ്ട്. അവിടെയും 2, ഇവിടെയും 2. അത് മഹായാന ഹീനയാന സന്യാസിമാരും ഇവിടെ ശ്വേതംബരാസും ദിഗംബരാസ് സന്യാസിമാരും. അതുപോലെ തന്നെ ജൈനമതത്തിന്റെ പുണ്യഗ്രന്ഥം നമ്മളിവിടെ പഠിച്ചതാണ്. ബുദ്ധമതത്തിന്റെ പുണ്യഗ്രന്ഥം ഏതായിരുന്നടാ? ബുദ്ധമതത്തിന്റെ ത്രിപീഠിക അല്ലേ? അതുപോലെ ജൈനമതത്തിന്റെ പുണ്യഗ്രന്ഥം പേര് അംഗംസ്. എന്താണ്? അംഗംസ്. അംഗംസ് ആരുടെ പുണ്യഗ്രന്ഥം? ആരുടെ പുണ്യഗ്രന്ഥമാണ് അംഗംസ്? നമ്മുടെ ജൈനമതത്തിന്റെ പുണ്യഗ്രന്ഥത്തിന്റെ പേരാണെന്ത്? അംഗംസ് എന്ന് പറയുന്ന. ആരുടെയാണ്? ജൈനമതക്കാരുടെ പുണ്യഗ്രന്ഥം പേരെന്താണ്? അംഗംസ്. ഓക്കെ, അതുപോലെ തന്നെ വർഷിപ്പ് പ്ലേസ്. ബുദ്ധമതത്തിൽ നമ്മൾ കണ്ടതാണ് മൊണാസ്ട്രി, വിഹാര, സ്തൂപങ്ങൾ എന്നൊക്കെയായിരുന്നു അല്ലേ? പക്ഷേ ജൈനമതക്കാരുടെ വർഷിപ്പ് പ്ലേസിന് വിളിക്കുന്ന പേര് ടെമ്പിൾസ് എന്ന. ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ തന്നെയാണ് ആരുടെ വർഷിപ്പ് പ്ലേസ്? ജൈനമതക്കാർ. നമ്മൾ പറയാല്ലേ ദിൽവാര ജെയിൻ ടെമ്പിൾ. എന്ത് ക്ഷേത്രമാണ്? ജെയിൻ ടെമ്പിൾ അല്ലേ? ദിൽവാര ജെയിൻ ടെമ്പിൾ. അതായത് ജൈനമതക്കാർക്ക് എന്താണ്? ക്ഷേത്രങ്ങൾ തന്നെയാണ്. ജൈനമത വിഭാഗങ്ങളുടെ വർഷിപ്പ് പ്ലേസ് വിളിക്കുന്ന പേരെന്താണ്? ടെമ്പിൾസ്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല ജൈനമതക്കാർക്കും വർഷിപ്പ് സെന്ററിനെ വിളിക്കുന്ന പേരെന്താ? ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ബുക്സ് കണ്ടല്ലോ. അംഗംസ്. അംഗംസ് ആണ് ആരുടെ പുണ്യഗ്രന്ഥം? ജൈനമതക്കാരുടെ പുണ്യഗ്രന്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ബുദ്ധമത സമ്മേളനങ്ങൾ പഠിച്ചു. അതുപോലെ ജൈനമതത്തിനും എന്തുണ്ടാ സമ്മേളനമുണ്ട്. 2 ജൈൻ കൗൺസിലുകളേ ഉള്ളൂ കേട്ടോ. അതിൽ 4 പഠിച്ചു അല്ലേ. അതിൽ 4 കൗൺസിലാണെങ്കിൽ ജൈനമതത്തിൽ 2 സമ്മേളനങ്ങളേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് സമ്മേളനം എന്ന് പറയുന്നത് BC 3rd സെഞ്ചുറിയിലാണ്. BC 3ാം സെഞ്ചുറിയിലാണ്. എവിടെയെന്നറിയോ? പാടലിപുത്രയിൽ. ഇവിടെ വെച്ചാണ് ഫസ്റ്റ് ജെയിൻ കൗൺസിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കും. 1ാം ജെയിൻ കൗൺസിൽ എവിടെ വെച്ചാണ് നടന്നത്? പാടലിപുത്ര. നമ്മൾ ഓൾറെഡി ബുദ്ധമത സമ്മേളനവും എവിടെ പഠിച്ചിട്ടുണ്ട്? പാടലിപുത്ര അല്ലേ. അതായത് ബുദ്ധമത സമ്മേളനവും ജൈനമത സമ്മേളനവും നടന്ന ഒരേ ഒരു സ്ഥലം ഏതാ? ഇന്നത്തെ പാറ്റ്ന, അതായത് പഴയ പാടലിപുത്ര. ഇന്നത്തെ പാറ്റ്നയാണ്, പഴയതാണ് പാടലിപുത്ര. ആ പാടലിപുത്രയിൽ ബുദ്ധമത സമ്മേളനം നടന്നിട്ടുണ്ട്, ജൈനമത സമ്മേളനം നടന്നിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഏതാ? നമ്മുടെ പാടലിപുത്രയാണ്. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ സ്ഥൂലഭദ്ര അഥവാ സ്ഥൂലബാഹു എന്നൊക്കെ പറയും കേട്ടോ. അദ്ദേഹമാണ് ഇതിൻ്റെ അധ്യക്ഷ പദവി വഹിച്ച ജൈനമത സന്യാസി കേട്ടോ. ജൈനമത സന്യാസി. ഫസ്റ്റ് ജൈൻ കൗൺസിൽ ആരായിരുന്നു അധ്യക്ഷ പദവി? സ്ഥൂലഭദ്ര. ഏത് സ്ഥലത്താണ് നടന്നത്? ഏത് സ്ഥലത്താ? പാടലിപുത്രയിലാണ്. ദെൻ 2ാമത്തെ ജൈൻ കൗൺസിൽ അത് AD 512 2ാം ജൈൻ കൗൺസിൽ നടക്കുന്ന ഏത് വർഷമാണ്? AD 512 എവിടാ? ഗുജറാത്തിലെ വല്ലഭി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. വല്ലഭി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ചാണ് 2ാം ജൈൻ കൗൺസിൽ എന്ന് AD 512. അപ്പം ആദ്യത്തെ BC-യിലാണെങ്കിൽ 2ാമത്തെ ജൈൻ കൗൺസിൽ എപ്പോഴാണ്? AD. ഇതിന്റെ അധ്യക്ഷൻ ദേവാർദി. ആരാണ് ഇതിന്റെ അധ്യക്ഷൻ? ദേവാർദിയാണ് ഇതിന്റെ അധ്യക്ഷ പദവി വഹിച്ചത്. ഓക്കെ, അങ്ങനെ 2 ജൈനമത സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് BC-യിൽ പാടലിപുത്രയിലും ഒന്ന് AD 512 എവിടെ? ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ചാണ് 2ാം ജൈൻ കൗൺസിൽ അല്ലേ. അപ്പോൾ ബുദ്ധമതം 4 സ്ഥലത്ത് കടന്നു. രാജഗ്രഹം, വൈശാലി, അത് കഴിഞ്ഞാടാ പാടലിപുത്ര, ലാസ്റ്റ് കാശ്മീരിൽ കുണ്ടലവനം. ജൈൻ കൗൺസിൽ വരുമ്പോൾ ഫസ്റ്റ് പാടലിപുത്ര, അവിടെ 3 ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് അല്ലേ. അവിടെ 3ാമതാണ് പാടലിപുത്രയിൽ. ഏത്? ബുദ്ധമതത്തിൽ. ജൈനമതത്തിൽ ഫസ്റ്റ് തന്നെ പാടലിപുത്ര, സെക്കൻഡ് ഗുജറാത്തിലെ സ്ഥലം വല്ലഭിയിൽ വെച്ച്. ഓക്കെ, ഇതാണ് 2 ജൈൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ജൈനമതം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ആണ്, ഈ വർഷങ്ങളായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വിച്ച് പ്ലേസ് ബുദ്ധ പാസ് അവേ, അതായത് ബുദ്ധൻ മരിച്ച സ്ഥലം, അതിൻ്റെ ഡെത്ത് പ്ലേസ് എവിടെയാണ്? ലുംബിനി ആണോടാ? ലുംബിനി എന്താ? ബുദ്ധൻ്റെ എന്ത് സ്ഥലമാ? ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് അല്ലേ. ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഏത്? ലുംബിനി എന്ന് പറയുന്നത്. സോ അതല്ല. സാരാനാഥ് എന്തായിരുന്നു? സാരാനാഥ് ബുദ്ധന്റെ ജീവിതത്തിലെ ഫസ്റ്റ് സെർമൺ, ഫസ്റ്റ് സ്പീച്ച് നടത്തിയ അല്ലേ, ധർമ്മചക്ര പരിവർത്തന, ആ സ്പീച്ച് നടത്തിയ സ്ഥലം ഫസ്റ്റ് സെർമൺ ആയിരുന്നെങ്കിൽ സാരാനാഥ്. ബോധ്ഗയ ആണെങ്കിൽ നമുക്കറിയാം, ബോധ്ഗയ ബുദ്ധന് കിട്ടിയ എൻലൈറ്റ്മെന്റ് ഏതാ? നിർവാണ. ബുദ്ധന്റെ എൻലൈറ്റ്മെന്റിനെ വിളിക്കുന്ന പേരെന്താടാ? നിർവാണ അല്ലേ. അതെവിടെയാ? ബോധ്ഗയ. അപ്പോൾ ഇതിൽ ഏതാടാ ബുദ്ധൻ മരിച്ച സ്ഥലം? ബുദ്ധന്റെ മരിച്ച സ്ഥലം കുശിനഗരം അല്ലേ. പഠിച്ചതാണല്ലേ. എവിടെയാ ബുദ്ധൻ ഡെത്ത് പ്ലേസ്? ബുദ്ധന്റെ ഡെത്ത് പ്ലേസ് വരുന്നത് കുശിനഗരത്തിലാണ്. കാരണം നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാണ് എല്ലാം ബുദ്ധന്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് തന്നെയാണ്. കറക്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് കൈവല്യ. 2021 CHSL ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചതാണ് കേട്ടോ. അന്നൊക്കെ ചോദിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതായത് കണ്ടോ, കൈവല്യ ഏത് മതമായി ബന്ധപ്പെട്ടതാ? എന്താണ് ഈ കൈവല്യ, അല്ലെങ്കിൽ എന്താണ് ഈ നിർവാണ? രണ്ടും സെയിം ആണല്ലേ. എൻലൈറ്റ്മെന്റാ? നിർവാണ ആയിരുന്നെങ്കിൽ ബുദ്ധമതം, പക്ഷെ കൈവല്യ ആണെങ്കിൽ അത് മതമോടാ? ജൈനമതം. കാരണം കൈവല്യ ആർക്ക് കിട്ടിയതാ? മഹാവീരന് അല്ലേ. മഹാവീരന് കിട്ടിയ എൻലൈറ്റ്മെന്റിന്റെ പേരാണ് എന്ത്? ഈ കൈവല്യ. അപ്പൊ ഏത് മതമായി ബന്ധപ്പെട്ടതാ? ജൈനമതം അല്ലെ. ജൈനമതമായി ബന്ധപ്പെട്ട വാക്കാണ് ഏത്? കൈവല്യ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിർവാണ ആയിരുന്നെങ്കിൽ, ഈ വാക്ക് നിർവാണ ആയിരുന്നെങ്കിൽ ഏത് മതം വന്നേനെ? ബുദ്ധമതം. ബുദ്ധന് കിട്ടിയ എൻലൈറ്റ്മെന്റ് പേരെന്താ? നിർവാണ. ഓക്കെ, ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് ഹെൽഡ് അറ്റ്. 1ാം ബുദ്ധമത സമ്മേളനം 2020
CHSL ചോദ്യമാണ്. പക്ഷെ അത്ര വർഷങ്ങൾ മുമ്പ് ചോദിച്ചതാണ്. ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പാടലീപുത്ര എത്രാമത്തെ ബുദ്ധമതം? തേർഡ് അല്ലേ, തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് അല്ലേ. ദെൻ വൈശാലി സെക്കൻഡ്, കാശ്മീരോ ഫോർത്ത്. അപ്പോൾ ഇതിൽ രാജഗ്രഹമാണ് അല്ല ഫസ്റ്റ്. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം എവിടെ? രാജഗ്രഹത്തിലാണ് അല്ലേ. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. നിങ്ങൾ നോക്കിയാണ് എല്ലാ 4 ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ അല്ലേ. അവർ തന്ന ഓപ്ഷനും അത് തന്നെയാണ്. 4 എന്ത് നടന്നിട്ടുണ്ട്? ബുദ്ധമത സമ്മേളനം നടന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഒന്നാണ് ചോദ്യമെങ്കിൽ 1 രാജഗ്രഹം, 2 വൈശാലി, 3 പാടലീപുത്ര, 4 കാശ്മീർ, കാശ്മീരിലെ കുണ്ടലവനം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മളിതിൽ പുണ്യഗ്രന്ഥങ്ങളെ പറ്റി പഠിച്ചില്ലേ? അതായത് ഇപ്പം നമ്മൾ ഈ ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം നമ്മൾ പഠിച്ചു. ഏതാ? ത്രിപീഠിക എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ജൈനമതക്കാരുടെ പുണ്യഗ്രന്ഥം നമ്മൾ പഠിച്ചു. ഏതാണ്? അംഗംസ് എന്നും നമ്മൾ പഠിച്ചു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് 1-2 റിപ്പീറ്റഡ് ആണ് ചോദിക്കുന്ന 1-2 പുണ്യഗ്രന്ഥങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിലൊന്നാണ് സിന്ധ് അവസ്ഥ എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം. ഇത് കുറേ വട്ടം റിപ്പീറ്റഡ് ചോദിച്ച ചോദ്യമാണ്. ഏത് മതക്കാരുടെ ഹോളി ബുക്കാണ് സിന്ധ് അവസ്ഥ? സിന്ധ് അവസ്ഥ എന്ന് പറയുന്നത് പാഴ്സി മതക്കാരുടെ പുണ്യഗ്രന്ഥമാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പാഴ്സി മതക്കാരുടെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേരാണ് സിന്ധ് അവസ്ഥ. സിന്ധ് അവസ്ഥയുടെയാണ് പാഴ്സി മതം. അതുപോലെ മറ്റൊന്നാണ് തോറ ഓർ തനാക്ക് എന്നും പറയും. തോറ, തനാക്ക്. തോറയും തനാക്കും ഏത് മതക്കാരുടെ പുണ്യഗ്രന്ഥമാണ്? ആരുടെ എന്നറിയൂ? ജൂതമതക്കാരുടെ. ആരുടെ? ജൂതമതക്കാരുടെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേര് എന്താ? തോറയും തനാക്കും. തോറ, തനാക്ക് ഏത് മതക്കാരുടെ പുണ്യഗ്രന്ഥമാണ്? ജൂതമതക്കാരുടെ. അതുപോലെ മറ്റൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആദി ഗ്രന്ഥ്. ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്നും പറയും. ഈ ബുക്കിന് എന്ത് പറയും? ആദി ഗ്രന്ഥ് അഥവാ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയും. ഇത് നമ്മുടെ സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥമാണ്. ആരുടെ പുണ്യഗ്രന്ഥമാണ്? സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥമാണ് ഏത്? ആദി ഗ്രന്ഥ് അഥവാ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ബോക്സിൽ നിങ്ങൾ ഇട്ടയ്ക്കുക. ഓക്കെ, അതായത് ബുദ്ധമതക്കാരുടെ ഏതാ? ത്രിപീഠികയും ജൈനമതക്കാരുടെ ഏതാണ്? അംഗംസും. അതുപോലെ തന്നെ പാഴ്സി മതക്കാരുടെ ഹോളി ബുക്ക് ഏതാ? സിന്ധ് അവസ്ഥ. ജൂതമതക്കാരുടെ പുണ്യഗ്രന്ഥം തോറ ഓർ തനാക്ക്. അതുപോലെ സിഖ് മതക്കാരുടെ പുണ്യഗ്രന്ഥം പേരെന്താ? ആദി ഗ്രന്ഥ് കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഹോളി ബുക്കുകൾ കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഹോളി ബുക്സ് ആണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും കാര്യങ്ങളായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 മതം, ബുദ്ധമതത്തെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ജൈനമതമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത് നമുക്ക് ഹിസ്റ്ററിയുടെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.